നിങ്ങൾ CME എന്ന് കേട്ടിട്ടുണ്ടോന്ന്? കേൾക്കാത്തൊലിഞ്ഞ് ബേജാറാവണ്ട. നമ്മൾ ഇന്ന് നിങ്ങളെയും കൊണ്ട് പോകാൻ പോകുന്ന ഒരു CMEക്കാണ്. എല്ലാവർക്കും തിരിയണ കൊലത്ത് പറഞ്ഞാൽ MBBS കഴിഞ്ഞ് വർക്ക് ചെയ്യുമ്പോൾ പിന്നെ ഇറങ്ങുന്ന പുതിയ മരുന്നിനെ കുറിച്ച് പഠിക്കുന്ന പരിപാടിയാണ് CME. അപ്പൊ മരുന്നിനെ കുറിച്ച് എല്ലാവരോടും പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ, ഞാൻ ഫുഡിനെ കുറിച്ച് പറയട്ടെ. ആദ്യമുള്ള മിനറൽ വാട്ടറിന് പുറമെ ഫസ്റ്റ് തന്നെ അവർ സെർവ് ചെയ്തത് കോഫി ആയിരുന്നു കേട്ടോ. ചായ ഉള്ളപ്പോൾ ഞാനൊരു പവർ ആക്കിയതാണ്. അങ്ങനെ സ്റ്റാർട്ടർ തുടങ്ങിയപ്പോൾ ആ പഹയൻ ചിക്കൻ കൊണ്ടുവരുന്നത്. അങ്ങനെ ചിക്കൻ കുറെ തട്ടിയ ചിക്കനെ ദമ്മാക്കാനെ ഒരു ലെമണേഡും പറഞ്ഞു. അപ്പം നമ്മളെ ചെക്കൻ പാത്രം നിറച്ചും ഫിഷ് ഫിംഗേഴ്സ് കൊട്ടിയിട്ട് പോണ്. പെരേന്നൊന്നും മത്തി നിന്നോണ്ട് ഇപ്പൊ മീനില്ലാലും ഒരു സുഖമില്ലാത്ത ഒരു അവസ്ഥയായിരുന്നു. അപ്പൊ മീൻ കിട്ടിയപ്പോ എന്തായിരുന്നു അതിന്റെ ഒരു ആവേശം. കുടിക്കുക എന്ന് പറഞ്ഞിട്ട് ഒരു ബാലൻസിൽ നമ്മൾ അങ്ങ് സെറ്റാക്കി കൊണ്ടുവന്ന് വെച്ച മച്ചണൈസ് ആണെങ്കിൽ തട്ടിട്ടും പോരുന്നില്ലായിരുന്നു. അങ്ങനെ വികാത്ത മച്ചണൈസിനെ വികിച്ച് അതും പള്ളയിലാക്കി. അപ്പം ഡോലയുടെ മെയിൻ കോഴ്സും സെറ്റാക്കി വെച്ചിട്ട് നമ്മളെ വിളിക്കുന്നത്. എല്ലാം പാടെ നിരത്തി വെച്ച് കണ്ട ആവേശത്തിൽ കൊട്ടിട്ടപ്പോഴാണ് നമ്മൾക്ക് മനസ്സിലായത് ആദ്യം നിന്ന് ടിഷ്യൂ പേപ്പർ നമുക്ക് പാത്രം തുടക്കാനുള്ളതാണെന്ന്. ഓ, ഈ പരിഷ്കാരികളുടെ ഒരു കാര്യം, ഇത്ര നല്ല പേപ്പറിൽ ആദ്യം തന്നെ പാത്രം തുടക്കുന്നത് നമ്മളുണ്ടോ അറിയുന്നത്. അങ്ങനെ പാത്രം നിറച്ചും റൈറ്റിംഗ് കാര്യങ്ങളൊക്കെ എടുത്തിട്ട് നമ്മൾ നേരെ പോയത് ചോറും കാര്യങ്ങളൊക്കെ എടുക്കാനാണ്. ഇടയ്ക്ക് വെച്ചൊരു ചെറുകാരം ഉണ്ടെങ്കിലും നൈസായിട്ട് സ്കിപ്പ് എടുത്ത് നമ്മൾ നോൺ വെജിലേക്ക് നേരെ പോയി. നമ്മൾ വിചാരിച്ച് നമ്മളേക്ക് ഉത്തരത്തോനെ ഫുഡ് എടുത്തെന്ന്. അപ്പൊ ഉണ്ട് അവിടെ പരീക്ഷ ആദ്യം തന്നെ പാത്രം നിറച്ച് നിൽക്കുന്ന സൗരമാണെങ്കിൽ എടുക്കല്. അങ്ങനെ വട്ടത്തിലുള്ള മേശമിൽ എല്ലാവരും നീളത്തിലിരുന്നിട്ട് തീറ്റ തുടങ്ങി. അതിന്റെ അടുക്ക് ഓളവക ഒരു സൂപ്പും കൂടി ഉണ്ടായിരുന്നു കേട്ടോ. ഇത്തിരി പോന്ന ശരീരം വെച്ച് ഇത്രയുള്ള തട്ടൽ കണ്ടിട്ട് സൂര്യക്ക് ഇങ്ങനെ നോക്കി നിന്ന് പോവാണ്. എന്ത് ചെയ്യാനാ. അപ്പൊ അതിന് ഭായന്മാര് പറഞ്ഞ് ഡെസേർട്ട് ഉണ്ട്. നമ്മൾ വിചാരിച്ചത് വല്ല മരുഭൂമിയായിരിക്കും. പോയപ്പോഴല്ലേ മനസ്സിലായത് നല്ല ഐസ്ക്രീമും ഗുലാബ് ജാമുനും ഒക്കെ. രണ്ടാമത് എടുക്കുന്ന ഐസ്ക്രീം എനിക്കല്ലോ, നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. എനിക്കറിയാം നിങ്ങൾക്ക് ഐസ്ക്രീം ഇഷ്ടമാണെന്ന്. അപ്പൊ ഇനി എന്റെ വയറിനെ പിരാകരുതെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ വ്ലോഗ് ഇവിടെ അവസാനിക്കുന്നു. സി യു. വീഡിയോ കാണുന്നതിൽ CMEക്ക് പോയാലുണ്ടെങ്കിൽ നിങ്ങൾ എക്സ്പീരിയൻസ് താഴെ കമന്റ് ചെയ്യട്ടാ.